ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. നെക്സ്റ്റ് പാനിൽ വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് നമ്മൾ ഇല വെച്ചിരിക്കണം കേട്ടോ. വെറുതെ ഒരു ഇല ഉണ്ടാവും. ഇവിടെ ഓയിലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴയില വെച്ചിരിക്കുകയാണ് ഗായ്സ്. ഇതിൻ്റെ മേലെ കുറച്ചെണ്ണ ഒഴിക്കണോ? കുറച്ച് ഓയിൽ ഇതിന് മേലെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫിഷ് വെക്കാം. ഈ ഫിഷ് എങ്ങനെയാണ് മറ്റു ചില വെച്ച് നോക്കട്ടെ. ഇത് മസാലയൊക്കെ പരട്ടിയിട്ട് വെച്ചിട്ടുള്ള ഫിഷാണ് കേട്ടോ. വേറെ ഒന്നും തേച്ചിട്ടില്ല. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പെരുംജീരകം മാത്രം ഇട്ടതാക്കിയിട്ടുള്ളൂ. പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടേ. ഇനി നമ്മൾ ജസ്റ്റ് മസാല ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി തേക്കാട്ടോ. ഇതുമ്മ വളരെ കുറവാണ്. എന്താ ഉണ്ടാക്കിയിട്ടില്ലടാ. ഉപ്പുണ്ടാ? ഉപ്പ് മസാല എളുപ്പമുണ്ടേ. ഇത് മറിച്ചിട്ടിട്ട് മതിയോ? ഓക്കെ. അപ്പം ഗൈസ്, ഏട്ടൻ്റെ റെസിപ്പി ആയിട്ടപ്പം നമ്മൾ മസാല മുന്നേ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഉനിയൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ. കറി ലീവ്സ് കൂടി വേണം. ഇല്ല അല്ല വേണാർന്നൂന്ന്, പക്ഷെ അത് മിസ്സായി പോയിട്ടാ. അതും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. ഇത് ഭയങ്കര ഡാർക്ക് കളറിൽ വരണം ഗൈസ്. എന്തോ പൊളിയല്ലേ. മൂടിയാ ഭയങ്കര ലോ ആയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇതോടെ കിടന്നിട്ടാവട്ടെ. അപ്പൊ ഗൈസ്, നമ്മുടെ മറിച്ചിട്ടപ്പോ ഇങ്ങനെയാണ് കേട്ടോ. ഇനി സെറ്റായിട്ട് വരും. ഏകദേശം ആയതാണ് അതുപോലെ തോന്നണേ. തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഈ വാഴൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചെങ്കിൽ ഈ വാഴയുടെ ടേസ്റ്റും സ്മെല്ലൊക്കെ ആ ഇതിലേക്ക് വരും കേട്ടോ. പൊക്കം കൈ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. നമ്മളിത് മൊരിച്ചിട്ടാണ് വെക്കുന്നത് വെച്ചെങ്കിൽ വേറൊരു നല്ല വാഴയില വെച്ചിട്ട് ജസ്റ്റ് വേവിക്കുകയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ